ഞങ്ങളുടെ പ്രതിനിധി ലേബി സജീന്ദ്രനിലേക്ക് ആദ്യം തന്നെ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സ്മൃതി, ആരോഗ്യനില അങ്ങനെ തന്നെ തുടരുകയാണ്. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം ഡോക്ടർമാർ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിരുന്നു. അതായത് ബ്രെയിനിൻ്റെ ഭാഗം, ന്യൂറോ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തൽക്കാലം അതേ രീതിയിൽ തുടരുകയാണ്. ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തേക്ക് പറയാനില്ല. പക്ഷേ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് അണുബാധയുണ്ടായിട്ടുണ്ട്. അതിനുള്ള മെഡിസിൻ ഇന്നലെ രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അത് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് നോക്കിയിട്ടായിരിക്കും തുടർ ചികിത്സകളെല്ലാം നിശ്ചയിക്കുക. ഇന്ന് കൊച്ചി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ശ്വാസകോശ വിദഗ്ധൻ ഇവിടെ എത്തി കണ്ടിട്ട് പോയി. ഇവിടെ നിന്നുള്ള ശ്വാസകോശ വിദഗ്ധരെല്ലാം അത് സംബന്ധിച്ച് വൈകുന്നേരം വീണ്ടും കാണുകയുണ്ടായി. ഏതായാലും അതേ രീതിയിൽ തന്നെ ആരോഗ്യനില തുടരുകയാണ്. സ്മൃതി, ലേബി, ഇപ്പോൾ ഈ സംഘാടനത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമായതാണ്. പ്രത്യേകിച്ച് ആ സ്റ്റേജ് എങ്ങനെയാണ് കിട്ടിയത്, അവിടെ എങ്ങനെയാണ് കസേരകൾ ഇട്ടിരുന്നത് എന്ന് ആ ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെയാണ് അത്. അവിടെ നിന്നും അല്പമെങ്ങും മാറിയാൽ താഴേക്ക് വീഴുന്ന രൂപത്തിൽ 15 അടി ഉയരത്തിൽ കെട്ടിയ സ്റ്റേജ്. അത് കാണുമ്പോൾ തന്നെ ഇത്രയും കസേരകൾ അവിടെ ഇടാമോ എന്ന് തോന്നലുണ്ടാകും. അവിടെ വന്ന അതിഥികൾക്കും തോന്നിയില്ല, പോലീസ് ഉദ്യോഗസ്ഥർക്കും തോന്നിയില്ല. താഴേക്ക് വീഴുമ്പോൾ അത് മന്ത്രി സജി ചെറിയാനാണെങ്കിലും അതൊരു വലിയ വീഴ്ചയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അത് ഉയരത്തിലായിരുന്നു. താഴെയുള്ളവരാണല്ലോ ഉമാ തോമസിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? GCDA ഒന്ന് പറയുന്നു, സംഘാടകർ മറ്റൊന്ന് പറയുന്നു, മന്ത്രി സജി ചെറിയാൻ വേറൊന്ന് പറയുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ് സ്മൃതി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്ന രീതിയിലല്ല ഇന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട വീഴ്ചയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം രാവിലെ മുതൽ വന്നിരിക്കുന്നത്. അതായത് GCDAയുടെ അനുവാദം മാത്രമാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് നോംസ് പ്രകാരമാണെങ്കിൽ പല NOCകളും ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ GCDA ഇതിൽ നിന്ന് അനുവാദം വാങ്ങിക്കുന്നു. GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള പ്രതികരിച്ചതും ഇപ്രകാരമാണ്. അതായത് അനുവാദം വാങ്ങിയിട്ടുണ്ട്, എന്നാൽ സ്റ്റേജ് സംബന്ധിച്ചുള്ള അനുവാദം പ്രത്യേകം വാങ്ങിയിട്ടില്ല. അതായത് പരിപാടി സംഘടിപ്പിക്കാനുള്ള അനുവാദം മാത്രമാണ് ഇപ്പോൾ ഈ ഓസ്കാർ കമ്പനി വാങ്ങിയിരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വലിയ സ്റ്റേജ് അവിടെ നിർമ്മിക്കുമെന്നോ ഇത്തരം അപകടകരമായ രീതിയിൽ അതുണ്ടാക്കുമെന്നോ ഒന്നും GCDA അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് GCDA ചെയർമാൻ പ്രതികരിച്ചത്. എന്നാൽ പോലീസ് രാവിലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ തീർച്ചയായും ഇതിൻ്റെ സംഘാടനത്തിൽ പിഴവുണ്ട്. അതുതന്നെയാണ് പ്രാഥമികമായി പോലീസിന് ലഭിക്കുന്ന വിവരം. പോലീസിൻ്റെ അന്വേഷണം പുരോഗമിച്ചതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഓസ്കാർ ഇവൻറ്റ് മാനേജർ അറസ്റ്റ് ചെയ്തത്. അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടും എന്നുള്ള വിവരമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുമുണ്ട്. ഏതായാലും ഈ കേസുമായി പ്രത്യേകിച്ച് ഇത് ഇത്രയും വിവാദമായ സ്ഥിതിക്ക് കേസുമായി വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ആ ഘട്ടത്തിലാണ് പോലീസ് സംഘാടനത്തിൽ വീഴ്ചയുണ്ട് എന്ന രീതിയിൽ ഉള്ള അഭിപ്രായങ്ങൾ വരുന്നതിനിടയിലാണ് ഇന്ന് വൈകിട്ട് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. സംഘാടനത്തിലുള്ള വീഴ്ചയല്ല, സ്റ്റേജിലെ സുരക്ഷ ഒരുക്കുന്നതിൽ മാത്രമാണ് വീഴ്ച സംഭവിച്ചത്. GCDAയുടെ നിലപാട് എത്രത്തോളം നമുക്ക് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കേണ്ടി വരും? GCDA പറയുന്നു സംഘാടകർ എന്തൊക്കെ ചെയ്യണം, കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളിൽ അനുമതിയുണ്ട് എന്നുള്ള കാര്യം അത് പരിശോധിക്കേണ്ട ഒരു കാര്യമല്ലേ? GCDA ആ സ്ഥലം കൊടുക്കുന്നു എന്നതിനപ്പുറം അവിടെ എങ്ങനെയാണ് അവരെത്തുന്നത്, അവരെല്ലാ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തേണ്ട ഉത്തരവാദിത്തം GCDAക്കില്ലേ? അത് പൂർണ്ണമായും സംഘാടകരുടെ മേൽ മാത്രം വെക്കുമ്പോൾ ആരെങ്കിലും ഒരു ഭാഗത്തു നിന്നും ഇതിലൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. തീർച്ചയായും സ്മൃതി, GCDA പറയുന്ന പ്രകാരമാണെങ്കിൽ ഇത് ഈ പരിപാടി നടത്താനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. ഇവർ അപേക്ഷ വെച്ചു, അനുവാദം നൽകി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ള മട്ടിൽ GCDA ഇരുന്നത് ശരിയായോ? ആ ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ പരിപാടി, അതായത് 12,000 കലാപ്രതിഭകൾ ഒരുമിച്ച് അണിനിരക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓഡിയൻസ് അത്രത്തോളം വരുന്നു, ഇത്രയും വലിയ തിരക്ക് വരുന്നു. ഈ പരിപാടിയൊക്കെ ഏതെങ്കിലും രീതിയിൽ മോണിറ്റർ ചെയ്തോ GCDA എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ഉയരുന്നത്. അതാണ് കോൺഗ്രസ് നേതാക്കളും ഇന്ന് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം.